ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ തന്നെ അത് നടത്താന്നാ ഇവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നവീനെ? മുത്തശ്ശി, അതെ, ഞാൻ ഒരുവിധം സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തതാ. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരുമായിട്ട് അത് മാറ്റിക്കളയരുത്. സാറേ, ഞാൻ അവരെ വിളിച്ച് പറയാൻ പോണേ. പിന്നെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നത് അവരുടെ മകള് ഗാഥ തന്നെയല്ലേ? എന്തായാലും കല്യാണം കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിൽ പോലും നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് അമ്മയും കൊണ്ട് പോവാ മോളെ. പോവാം. അയാള് കെട്ടിത്തരുന്ന ഒരു താരയും കഴുത്തിലിട്ടിട്ട് പോവാം. ഗതികേടിന്റെ അർത്ഥം പഠിക്കാൻ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് എന്നെ സുനന്ദേച്ചി. ഇതിനും അപ്പുറം വേറെ ഉദാഹരണങ്ങളൊന്നുമില്ല. മനസ്സില് നന്മ മാത്രമുള്ള ഒരു പെങ്കൊച്ച് ഒരാളെക്കുറിച്ചും ഒരു കുറ്റവും കുറവും പറയുന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്നിട്ട് അതിന് വന്നൊരു വിധി കണ്ടില്ലേ ഗോപാലേട്ടാ? അവൾ ഇതുവരെ അവളുടെ കല്യാണത്തെക്കുറിച്ചോ അവളുടെ മനസ്സിലെ മോഹങ്ങളെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊക്കെ അവളുടെ മനസ്സിലുണ്ടാവില്ലേ? ആരോ ഒരാളെ ഒരു ദിവസം താലി കെട്ടുക, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക, ജീവിതകാലം മുഴുവൻ അവളുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കില്ലേ അത്? അങ്ങനെ ചിന്തിച്ച എല്ലാം പ്രശ്നമാണ് സുനന്ദേ. ഏതായാലും സിത്താര മേഡത്തോടെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതിൽ വല്ല നന്മയും വരുമോ എന്ന് ചിന്തിക്കാം. എന്ത് നന്മ വരാനാ ഗോപാലേട്ടാ? ആ പയ്യൻ നല്ലവനാണ്, നല്ല തറവാടുമാണ്. ചിലപ്പോ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് കൃഷ്ണ തന്നെ അവിടുത്തെ മരുമകളാകേണ്ടി വന്നാലോ? അങ്ങനെ സംഭവിച്ചുകൂടായികയില്ലല്ലോ. ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ വെറുതെ മോഹിക്കാൻ. ഒരിക്കലും നടക്കാത്ത കാര്യമൊന്നുമല്ല. ഏതോ നാട്ടിൻപുറത്ത് തങ്കത്തിന്റെ മകളായിട്ട് ജീവിച്ചിരുന്ന കൃഷ്ണ സിത്താര മേഡത്തിന്റെ മകളുടെ അതേ മുഖവും രൂപവും വന്നെങ്ങനെ? അങ്ങനെ കറങ്ങി തിരിഞ്ഞവൾ സിത്താര മേഡത്തിന്റെ വീട്ടിൽ എങ്ങനെ എത്തി? സിത്താര മേഡത്തിന്റെ മകൾക്ക് നിശ്ചയിച്ചിരുന്ന കല്യാണത്തിന് താലി കെട്ടാൻ അവളെ തിരഞ്ഞെടുത്തത് ആരാ? ഇതൊക്കെ ദൈവത്തിന്റെ കളി തന്നെയാ. ഗാഥയും കൃഷ്ണനും സിത്താര മേഡമാണ് പ്രസവിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിലേ കൃഷ്ണയുടെ അമ്മ സിത്താര മേഡം ആണെങ്കിൽ മകൾക്ക് വേണ്ടി അമ്മ തെരഞ്ഞെടുത്തൊരു നല്ല ബന്ധമാണെന്ന് കരുതിക്കൂടെ? നമുക്കിതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷേ കൃഷ്ണയോട് എന്തു പറയും? തൽക്കാലം അവളുടെ തീരുമാനത്തിന് കൂടെ നിൽക്കാം. അമ്മയ്ക്ക് വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗമല്ലേ, അതിന് ഫലമുണ്ടാവും. കല്യാണത്തിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. കൃഷ്ണ കളരിക്കൽ തന്നെ തുടരാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ അത് ചെയ്യണം. അതോടെ കൃഷ്ണയെക്കുറിച്ചും തങ്കത്തെക്കുറിച്ചുള്ള വിഷമം മാറും. എന്താ വേണ്ടെന്ന് വെച്ചാ ഗോപാലേട്ടൻ ആലോചിച്ച് തീരുമാനിക്കേ. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു കരഞ്ഞ് വീണു പോവാ പാവം. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ? ചെല്ല്. നന്ദ,
ആ പെൺകുട്ടിയെ ഇനി തിരക്കണ്ട അല്ലേ? എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു തുടങ്ങിയമ്മേ. യോഗി പറഞ്ഞതൊന്നും ഇതുവരെ പാഴായിട്ടില്ല. അങ്ങനൊരു പെൺകുട്ടി നവീന്റെ ജീവിതത്തിലേക്ക് വന്നേ പറ്റൂ. എത്ര പാടുപെട്ടായാലും അവളെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. നവീൻ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോമേ. ഇനി എന്ത് പറഞ്ഞാ നമുക്ക് നീട്ടിവെക്കാൻ പറ്റുക? സുമിത്രയോട് തന്നെ പറയണം. ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം നീട്ടിവെക്കാൻ ഇനി അവൾക്കേ പറ്റൂ. സുമിത്ര പറഞ്ഞ നവീൻ അത് കേൾക്കും. ആ, അത് ശരിയാ, കേൾക്കും. എങ്കി ഇപ്പൊ തന്നെ സുമിത്രയെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കണം. നമുക്ക് ഒന്നിച്ചു പറയാമേ. ഇന്ന് തന്നെ നമുക്ക് തീരുമാനമെടുക്കാം. എന്റെ പൊന്നു സാറ്, ഇക്കാലത്ത് ജീവിച്ചിട്ട് പഴയ കാലത്തെ പോലെ ആരെങ്കിലും കല്യാണം നടത്തൂ? സാറിന് ഒരു പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തിയാൽ എന്താ? എനിക്ക് വയ്യടോ ഈ പിള്ളേരെ പോലെ ആടാനും പാടാനും ഒക്കെ. എന്തോന്നാ സാറേ ഇത്? സാറിന് താല്പര്യമില്ലേലും ഗാഥമാർത്തിന് താല്പര്യം ഉണ്ടാവില്ലേ? സാറേ, എന്റെ അമ്മേ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അല്ലേലും സാറിന് അത്രയ്ക്ക് വയസ്സായോ? എങ്ങനല്ലേ സാർ ഇപ്പോഴും കോളേജ് പിള്ളേരെ പോലെ അല്ലേ ഇരിക്കുന്നേ? മോനെ, എനിക്ക് ഈ പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? അമ്മേ, എന്റെ പൊന്നു സാറേ, ദേ സാർ ഇത് നോക്കിയേ, കണ്ട ഇതൊക്കെ ഈ സിറ്റിയിലെ ലീഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് നടത്തിയിട്ടുള്ള പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടാ. സൂപ്പർ അല്ലേ? ദേ സാറിന് ഇഷ്ടമാണെങ്കിലേ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാന്നേ. എന്റെ അമ്മേ, ഇതൊന്ന് നോക്കിയേ. ഇത് കണ്ടില്ലേ? കൊള്ളാല്ലേ? ദാ ഇത് കൊള്ളാലോ. എല്ലാം നന്നായിട്ടുണ്ട് അല്ലേ നവീനെ? അപ്പൊ പിന്നെ അനുമതി കിട്ടിയല്ലോ, പിന്നെന്താ പ്രശ്നം? അതെ, നമുക്ക് നാളെ തന്നെ ഇത് നടത്തിക്കളയാം. അല്ലെങ്കിൽ സാറിന്റെ കാര്യം ഉഴപ്പി മാറിക്കളയുന്നേ. മാണിക്കുഞ്ഞ് ഇത്രയും കാര്യമായിട്ട് പറയുന്നതല്ലേ മോനെ? അപ്പൊ ഇതങ്ങ് ഫിക്സ് ചെയ്യാം. അമ്മ തീരുമാനിച്ചോ? അമ്മ പറയുന്നത് ഞാൻ കേൾക്കാം. അതടവ് എല്ലാം ചെയ്യണമെന്ന് സാറ് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മ നിർബന്ധിച്ചിട്ടാണെന്ന് വരുത്തി തീർക്കണം അല്ലേ? ആ സീനിയർ സിറ്റിസൺസ് വന്നല്ലോ. എന്നാ പിന്നെ ഇനിയിപ്പോ ഇവരുടെ കൂടി അഭിപ്രായം ചോദിച്ചേക്കാം. എന്താ സുമിത്ര? അല്ല നന്ദേട്ടാ, ഇപ്പൊ വിവാഹത്തിന് മുൻപൊരു ഫോട്ടോഷൂട്ടൊക്കെ ഇല്ലേ? അതിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ തന്നെ അത് നടത്താന്നാ ഇവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നവീനെ? മുത്തശ്ശി, അതെ ഞാൻ ഒരുവിധം സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തതാ. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരുമായിട്ട് അത് മാറ്റിക്കളയരുത്. സാറേ, ഞാൻ അവരെ വിളിച്ച് പറയാൻ പോണേ. ആ